അപ്പോൾ ഇവിടെ ഒരു വെടിക്കെട്ട് കാട്ടുമുയലിൻ്റെ റോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേട്ടോ. നല്ല സൂപ്പർ 2 മുയൽ കുട്ടന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഓ നല്ല സൂപ്പർ 2 മുയൽ. ഒരെണ്ണം ഹെയറാ, എൻ്റെ വലിപ്പം നോക്കിയേ, ഭയങ്കര വലിയ സാധനമാണ്. ഇത്തുക്കൂട്ട് നല്ല മുയൽ നമുക്കിന്ന് നല്ല റോസ്റ്റ് അടിച്ച് നല്ല കള്ളൊക്കെ കൂട്ടി നല്ലൊരു കീറാം, നല്ലൊരു വെതറും എല്ലാം കൊണ്ട് നല്ല സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കാട്ടുമുയലിനെ നമ്മൾ റോസ്റ്റാക്കുന്നു, കൂടത്തിൽ നല്ല ചൂട് പൊറോട്ടയും. എങ്ങനെയാണ്, നിങ്ങളും പോരെ? അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരുതായിട്ട് വൈകിട്ടത്തെ ചെറിയൊരു പരിപാടി നമ്മൾ ഇറങ്ങിയേക്കുവാണ്. കുറച്ച് മുയലിനെ വെടിവെക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കിട്ടുമെന്ന് അറിയത്തില്ല, പോയി നോക്കാം. മുയലോ പോസോ ഇന്നത് ചാക്കോയോ ഉണ്ട് കേട്ടോ. ചാക്കോ കണ്ടിങ്ങനെ വന്നേക്കോടാ. ഓക്കെ ആണോ, നീ ഹാപ്പിയാണോ? ക്യാമറ നോക്കി ചീസ് പറഞ്ഞ എല്ലാവരോടും. അപ്പോൾ നമ്മുടെ മുയലിൻ്റെ വീഡിയോ ആണ്. മയിൽ കഴിഞ്ഞാൽ മുയൽ. അപ്പോൾ മുയൽ വേട്ടയിലേക്ക് നമുക്ക് നേരെ പോകാം. അപ്പോൾ നമ്മുടെ ഹാരിസണുണ്ട്. ഹാരിസണാണ് നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഫാമിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ചെറിയൊരു ഹണ്ടിങ് പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് ഉഷാറായിട്ട് പോകാം. നിങ്ങളും പോരാ നമ്മുടെ കൂടെ. ഇവിടെ നമ്മളിതേ ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫാമിൽ കൂടെ നടന്നു നോക്കാം. ഇത് ഫ്ലാറ്റ് ലാൻഡാണ്. ഇവിടെ നേരത്തെ ഒന്ന് വന്നിട്ടുള്ള നമ്മൾ ഡെക്ക് ഷൂട്ടിങ്ങിനായിട്ടല്ലേ. അങ്ങനെയാണ് ഓരോ കണക്ഷൻസ് വരുന്ന വരവേ. ചാക്കോയെ ഒരുപാടാ ചാക്കോച്ചി വേറെ നാൾ കൂടിയാ കേട്ടോ വരുന്നത്. അതെ, നമുക്ക് തകർക്കണം. നല്ല സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം. ഈ സമയമാണെങ്കിൽ ചെറിയ വലിയ വെയിലൊന്നുമില്ല, എന്നാലും നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ഇപ്പോൾ. അതേ നമ്മുടെ ആണെങ്കിൽ ഹാരിസൺ മുമ്പിൽ പോകുന്നുണ്ട്. ഹാരിസനാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒത്തിരി മറ്റേ റാബിറ്റിൻ്റെയും ബോസത്തിൻ്റെയൊക്കെ ആണെങ്കിൽ വെടിവെക്കാൻ വരുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ നമ്പർ കൂടാൻ നേരത്ത് കൺട്രോൾ ചെയ്യാനായിട്ട്. ചാക്കോച്ചി പോകുന്നുണ്ട്. ചാക്കോച്ചി എക്സ്പെർട്ട് ആണോ? ചാക്കോച്ചി നേരത്തെ പിടിക്കാൻ പോണത് റാബിറ്റാണോ? 3 ആണോ? പണ്ട് ചാക്കോച്ചി ആണെങ്കിൽ മയിലിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ പോയതല്ലേ. ഇന്ന് റാബിറ്റാ അല്ലേ? ഇത് നമ്മുടെ ഫാമിൽ അപ്പച്ചൻ ഇവരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളാണെങ്കിൽ ഒരു മുയലിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന സാധനം, പക്ഷേ നമുക്കിപ്പം കാണാനില്ല, ഓടി. നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ മുയൽ വീണ് കേട്ടോ. ക്യാമറ ഓണായി വന്ന സമയത്ത് സാധനം പിടി വെച്ചു. സാധനം വീട് അത് മതി. നീ കണ്ടില്ലായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു മുയൽ അടിച്ചു കേട്ടോ. ആദ്യം തന്നെ നല്ല പരുവത്തിന് ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ട്. പിന്നെ പെട്ടെന്ന് വിളിച്ചെന്നാ എനിക്ക് ഓടി പോകുന്നായിരുന്നു തോന്നി. അപ്പം ഞാൻ നോക്കിയപ്പോൾ പോകുമ്പോഴേ സൈഡിൽ നിന്ന് തല കാണായിരുന്നു. അത് കുഴപ്പമില്ല, നമുക്കാണെങ്കിൽ ആദ്യത്തെ രണ്ടാമത്തെ ഷോട്ടിന് കിട്ടുമെന്ന് നോക്കട്ടെ. നമുക്ക് എന്തായാലും നമുക്ക് ആദ്യത്തെ ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ പിടയ്ക്കുന്ന കാണുന്നുണ്ട് ക്യാമറയ്ക്കകത്ത്. അത് കാണാം. ചാക്കോച്ചി കണ്ടായിരുന്നോ? അതെ, നമ്മുടെ ചാക്കോച്ചി ആട്ടോ ആദ്യം എടുക്കാൻ പോണേ. ചാക്കോച്ചി എടുത്തോ, പിടിച്ചോ, എടുത്തോളാം ചാക്കോച്ചി. വാവ്, ചാക്കോച്ചി ഹാപ്പി ആയോ? എങ്ങനെയുണ്ടാ? എങ്ങനെ സൗണ്ട് കേട്ടെ? അതെ, നമ്മൾ ആദ്യത്തെ മുയലുമായിട്ട് നമ്മൾ പോവാട്ടോ. നമുക്കിനി അവിടെ കൊണ്ടുവന്നിട്ട് എല്ലാത്തിനും ഇട്ടിട്ട് നമുക്ക് പിന്നെ നമുക്ക് എല്ലാത്തിനും തിരിച്ചു വരുന്നവർക്ക് എടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളാണെങ്കിൽ ആദ്യത്തെ മുയലിനെ അടിച്ചിട്ട് നമ്മളാണെങ്കിൽ രണ്ടാമത്തെ ഒരെണ്ണം പിടിക്കാൻ വേണ്ടി പോവാട്ടോ. ആദ്യമേ എന്തായാലും പെട്ടെന്ന് തന്നെ വന്നപ്പോൾ തന്നെ കാണാൻ പറ്റി. അപ്പോൾ ഇനി നമുക്ക് ചെല്ലാൻ നേരത്താണെങ്കിൽ വെട്ടം പോകുന്നതിന് മുമ്പ് നമുക്ക് അടിക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോക്കകത്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ പാടാം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ഏകദേശം ആണെങ്കിൽ ഒരു 8 മണി അല്ലേ, 8 മണി ആറായി. അപ്പോൾ പിന്നെ ആണെങ്കിൽ ഇവിടെ ഇത്രയും 9 മണി വരെ സമയം ഉള്ളതുകൊണ്ട് ഭാഗ്യത്തിനാണെങ്കിൽ ഇപ്പോൾ ലേറ്റ് ഉണ്ട്. നമുക്ക് വെട്ടം പോകുന്നതിന് മുമ്പ് ഓർമ്മ അടിക്കായിരിക്കും അല്ലേ. ഇത് കണ്ടോ ഗൈസ്, നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ഫാമിലാണെങ്കിൽ ചെറിയൊരു ക്രീക്ക് പോലെ അല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ഫാം ആയതുകൊണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നന്ന് ഒരു താമസിക്കാൻ വരെ നല്ല സുഖം തോന്നും. രസം നോക്കിയത് ചെറിയൊരു അരുവി ഒഴുകുന്നു, അവിടെ താറാവ് പറന്നു പോകുന്നു. ഓ, മനോഹരം തന്നെ. ഈ സമയത്ത് നടക്കാൻ രസമല്ലേ.
എന്നാ രസമാണെന്ന് നോക്കി. ഇതേ കാണുന്നത് നമ്മുടെ ടർണാക്കി മൗണ്ടൻ ആട്ടോ. അതിൻ്റെ മേളിലാണെങ്കിൽ ഒരു തൊപ്പി വെച്ച പോലെ മേഘം വന്ന് നിന്നിട്ടേ. ഓ, അപ്പോൾ ഗൈസ് നമ്മളവിടെയാണെങ്കിൽ ഒരു ഹെയർ നിൽപ്പുണ്ട്. ഹെയർ ഈ മുയലിലൊക്കെ ഭയങ്കര വലിയൊരു സാധനം. അടിക്കാൻ പറ്റും നോക്കണേ. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ അവിടെ വരുന്ന പോയി നോക്കുക. സൗണ്ട് ആയതുകൊണ്ടേ അറിയത്തില്ല. എന്നാ പറയാനാ, അത് അവിടെ നിന്ന് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ആണെങ്കിൽ അത് ഇവിടുന്ന് നമ്മളെ സൗണ്ട് കേട്ടിട്ടേ അങ്ങോട്ട് പോയെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മുയലായിരുന്നു. നമ്മുടെ ഇവിടുന്ന് ഹെയർ എന്നൊക്കെ പറയുവേ. എടാ, ഇവിടുത്തെ ഹെയർ എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള മുയലല്ലേ. ഇത് നോക്കി, എന്നാ രസം നോക്കി. ഈ സമയത്തെ ആ ഒരു ലൈറ്റിങ് കണ്ടോ. കറക്റ്റ് ആ ട്രീ ഒക്കെ ആണെങ്കിൽ ഒരു ഷാഡോ പോലെ നിന്നിട്ട് അതിൻ്റെ പുറകെ ചെറിയൊരു ഒരു ഒരു ചുമര കളറും. ഓഹ്, എന്നാ രസം നോക്കി അല്ലേ. ഇത് അവരങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അങ്ങോട്ട് പോകുന്ന നേരത്ത് വല്ലതും കാണുമെന്ന് പ്രതീക്ഷിക്കാം. നിൽക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ജസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരു ചെറിയ കാട് പോലെ ഉണ്ട്, ചെറിയൊരു കുറ്റി. ഒന്നല്ല രണ്ടല്ല, അതിൻ്റെ പുറകിൽ. അപ്പോൾ ഗൈസ് നമ്മൾ വെടി വെച്ച സാധനം അവിടെ കിടപ്പുണ്ടെന്നാ നോക്കാം. അവിടെ പോയി നോക്കാം അല്ലേ. അവിടെ ഉണ്ട്. ആദ്യത്തെ ഒരു വെടി കൊണ്ട്, പക്ഷേ ആണെങ്കിൽ ഇച്ചിരി ഓടിപ്പോയിട്ട് അപ്പുറം എങ്ങാണ്ട് പയ്യെ പമ്മി ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കണം ഇനിയിപ്പോൾ. പക്ഷേ സന്ധ്യ ആയതുകൊണ്ടാണെങ്കിൽ സൂം ക്യാമറ ആണെങ്കിൽ അത്ര ക്ലിയർ ആകുന്നില്ല. സാധനത്തെ കിട്ടിയോടോ. ഈസ് എ ബിഗ് വൺ. ഇതാട്ടെ ഈ കാണുന്ന ഇവിടുത്തെ ഹെയർ എന്ന് പറയുന്ന ഒരു സാധനം. ഇതിനെ വെച്ചേ നല്ല മുട്ട സാധനമല്ലോ. എങ്ങനെയുണ്ട് കൊച്ചി സാധനം? കടിക്ക് ഇഷ്ടപ്പെട്ടോ? ഹെവിയാണോ? അപ്പോൾ പിടിക്കണോ? ഇതാ ചാക്കോച്ച് പിടിച്ചതാണ് കേട്ടോ. അതേ വലിയ മുട്ട മുയലിനെ കേട്ടോ. ചാക്കോടെ കരുത്തിൻ്റെ പോകുന്നത് ഓൾമോസ്റ്റ് ബിഗ്, almost size of him. Like you get some pretty big ones around here. Actually, you get some bigger than that. So. രാവിലെ നമുക്ക് വന്നതിനുള്ള മുതലായിട്ടുണ്ട്. നല്ല സൂപ്പർ ഒരു ഹെയർ ഒടിഞ്ഞ വലിയ സാധനമാണ്. രണ്ടാമത്തെ ഷോട്ട് നേരെ കൊടുത്തു, സാധനം വീണു. ആദ്യത്തെ ഷോട്ട് ഇച്ചിരി ഡൗണിലാണ് കൊണ്ടത്. അപ്പോൾ പോകുന്ന കണ്ടാൽ മനസ്സിലായി സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാരിസൺ പറഞ്ഞാണെങ്കിൽ നമുക്ക് തിരിച്ച് പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാമെന്നാട്ടോ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം നല്ല ഇരുട്ടായി. അപ്പോൾ നമുക്ക് തിരിച്ച് പോകുന്ന വഴിക്ക് മുട്ടയും അടിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പം ബാക്കി നമുക്ക് കിട്ടിയതിനെ കൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഏതായാലും ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ വന്നപ്പോൾ വേറൊരു മൊബൈൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മളാണെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്യുക കേട്ടോ. സാധനം നല്ല ദൂരെയായിരുന്നു, പക്ഷെ അവൻ ഇവിടുന്ന് പോയിട്ടില്ല ഇതുവരെ. ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. മൊബൈൽ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. തൊട്ടടുത്തിരിപ്പുണ്ട്. Yeah, good. Yeah, hit. Yeah. Hit. One more. Yeah. It's done. It's dead. വന്ന് വീണ് കേട്ടോ, സാധനം വീണ്. നമ്മുടെ ഹാരിസൺ സാധനത്തെ എടുത്തോണ്ട് വരുന്നുണ്ട്. വാവ്, ഗുഡ് വൺ. അവനാണെങ്കിൽ ഇച്ചിരി ആദ്യം ഓടി മുമ്പോട്ട് പോയി, അതെ, പിന്നെ തിരിച്ചു വന്നു. അവൻ്റെ സമയമായി അതാ വരുന്ന കേട്ടോ. അത്യാവശ്യം വലിയ മുയലാട്ടോ. ഓ, മുയൽ ഫ്രൈ. ഗുഡ് വണേ. ഡീസൻ, ഗുഡ് വൺ. ഓ, അടിപൊളി. ബ്യൂട്ടിഫുൾ.
പിടിച്ചു ചാക്കോച്ചി പിടിച്ചു. എങ്ങനെയുണ്ടോ ചാക്കോച്ചി? ഹെവി ഉണ്ടോ? വെയിറ്റ് ഇല്ല. വെയിറ്റ് ഇല്ല. മറ്റേതായിരുന്നല്ലേ ബിഗ് വൺ അല്ലേ? നല്ലൊരു കുഡ് വേണമാണ് കിട്ടിയത്. ഇച്ചിരി കുഞ്ഞല്ലേ? അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ ഒരു പോസം. അവനെ വെറുതെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ പെസ്റ്റ് അല്ലേ, അപ്പോൾ അവനെ കൂടെ ഒന്ന് തീർത്തേക്കാന്ന് വെച്ചു. Oh yeah. Nice. Give him another one if you can. He's alright. He's gone down. താഴത്തോട്ട് പോയോ. അപ്പോൾ നമുക്കൊരു പോസ്റ്റും കൂടെ അടിച്ചു. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വിഷയങ്ങളുണ്ടായിരുന്നു ഫാർമേഴ്സിന്. അവനെ അടിച്ച് പടച്ച് നിലത്ത് പിടിച്ചിട്ടുണ്ട് ഇവിടെ. ബ്യൂട്ടി. Let's go. For the environment, you know. Kill all the native trees. പിന്നെ ഇങ്ങോട്ടെങ്ങോട്ടാട്ടോ താഴത്തോട്ട് പോയത്. അപ്പോൾ നമ്മുടെ ഹാരിസൺ പറഞ്ഞ സാധനം താഴത്തോട്ട് പോയേക്കുക. അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ അവരൊന്ന് എടുക്കാമെന്ന് പറഞ്ഞു, നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. നമുക്ക് സൗണ്ട് കേൾക്കാം കേട്ടോ. നമുക്ക് അവൻ പോയപ്പോൾ നമുക്ക് ആണെങ്കിൽ ഇതാണ് ഒച്ച കേട്ടോ. ഇവിടെ എവിടെയോ ഉണ്ടവൻ. ആരെ കടി? ഓ ചോദിച്ചു. നമ്മുടെ പോസത്തിനെ കിട്ടി കേട്ടോ. ഇതാണ് നമ്മുടെ പോസം. നമ്മുടെ ഹാരിസൺ പോയിട്ട് എടുത്തിട്ട് വന്നു. അയ്യോ, ഇത് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർക്ക് കണ്ണെടുത്ത കടിയില്ലാത്തൊരു ജീവിയാണ്. അതെ. If you want and sell it for money when you get heaps of it. But I know one young boy from Tarata. ഇവൻ പറഞ്ഞതെന്നു വെച്ചാൽ നമുക്കാണെങ്കിൽ പോസത്തിനാണെങ്കിൽ ഈ സ്കിന്ന് അല്ലേ, നല്ല വിലയുള്ള നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പ്ലക്ക് ചെയ്തിട്ട് നമുക്കാണെങ്കിൽ സെല്ല് ചെയ്യാന്ന് പറയുന്നത്. അവിടെ ഈസി ആയിട്ടാണ് പോകാൻ നോക്കി. എന്നെ രസമാണെന്ന് നോക്കി. ഇങ്ങനെ ഈസി ആയിട്ട് പോരുന്നു അല്ലേ, നല്ല കണ്ടോ. ബ്യൂട്ടി, സാറ്റിസ്ഫൈങ്. Yeah. You can grab a bit of fur and pull it out. Yeah, Chakuji, you can pull it out. Yeah. Parjana, Chakuji, couple more. You tough fellow. Hurry. അവിടെ ഇരുന്ന് അവിടെ വാല പിടിക്കണ്ട. അവിടെ ഇരുന്ന് പറിച്ചു തരണ്ട. പറിക്കേ. ഓ, അത്രേ ഉള്ളൂ. അങ്ങോട്ടേ മാറ്റിക്കള. നമ്മുടെ റാബിറ്റ് വീടില്ലേ, അപ്പുറത്തേക്ക് മാറ്റിക്കള. ഷാർപ്പ് അല്ലേ? Yeah. That's why they kill a lot of native birds and all that. Yeah. Sharp little claws. ഷാർപ്പ് ഇതാട്ടോ. അതുകൊണ്ടാണ് അവർക്ക് ഇതിന് ഇഷ്ടമില്ലാതെ. നേറ്റീവ് ബേർഡ്സിന് ഇവിടുത്തെ ഉള്ള കിവി പക്ഷിനൊക്കെ ഏറ്റവും കൂടുതൽ പിടിച്ചു തരുന്നത്. ദേ ആർ വെരി ബിഗ് ത്രെറ്റ് ഫോർ കിവി ബേർഡ്. Yeah, very, very big problem. Big problem. Deal with them actually. അപ്പോൾ നമ്മൾ ഇങ്ങ് വന്നപ്പോൾ കണ്ട ആ ഒരു ഇത് കണ്ടോ, ആ ഒരു കുഴിക്കകത്ത് പറയും നമ്മുടെ നാട്ടിലെ ചേറല്ലേ അവര് മനഞ്ഞിൽ എന്ന് പറയുന്ന സാധനം. അതായത് ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇവിടെ ന്യൂസിലാൻഡിലുള്ള ഒരു സംഗതിയാണ്. ഇതിനാണെങ്കിൽ ഇതിനെ പിടിക്കാനൊക്കെ ആൾക്കാർ വരുന്നതാണ്. വരുന്നുണ്ടോ? അടുത്ത് നമ്മുടെ ആണെങ്കിൽ ഹാരിസനാണ് നമ്മുടെ മൊയലിനെ വെള്ളത്തിലേക്ക് ഇട്ടപ്പോഴേ നോക്കുന്നുണ്ടോ, ട്രൈ ചെയ്യുക. ഫിഷ് ഹിയർ. ട്രൗട്ട്. നമുക്ക് ട്രൗട്ട് വന്നു കേട്ടോ. ട്രൗട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫിഷാട്ടോ. അതാണെങ്കിൽ ഇവിടുത്തെ ഒരു ഫ്ലൈ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഫിഷാണ് അത്. സാൽമൺ ബ്രദർ. സാൽമണിന്റെ ബ്രദർ. നമുക്ക് നമ്മുടെ വീല് പോയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹണ്ട് കഴിഞ്ഞു. ഹാരിസൺ ഫ്രണ്ടിൽ മൊയിലുകളുമായി നടന്നു പോകുന്നു. ചാക്കോച്ചി ദേ ഒരു മൊയിലുമായിട്ട് നടന്നു പോകുന്നു. ചാക്കോച്ചി ഹാപ്പി? ഓക്കെ, നടന്നു നോക്കട്ടോ. നമുക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ വയറ് ക്ലീൻ ചെയ്ത് മയിൽ വെച്ച് നമുക്ക് എന്താണ് അപ്പഴേ ഉണ്ടാക്കണ്ടേ. മൊത്തം നമുക്ക് 3 മൊയിലിനെ കിട്ടിയായിരുന്നു നമ്മൾ നാട്ടിന് പോയപ്പം. അപ്പോൾ നമുക്കത് 2 എണ്ണത്തെ എടുത്തു. ഒരെണ്ണത്തിൻ്റെ ഇച്ചിരി ബ്ലാസ്റ്റായി പോയിരുന്നു. അപ്പോൾ ഭയങ്കര മണമായിരുന്നു. അപ്പോൾ ഇത് ഒരെണ്ണം നല്ല വലിയൊരു ഹെയറാണ്. ഇത് പറഞ്ഞാൽ മൊയലെന്നല്ല, അതിന് റാബിറ്റ് എന്നല്ല പറഞ്ഞത്, ഹെയറെന്ന് പറഞ്ഞത് കൊണ്ട് ഭയങ്കര വലുതാണ്. ഇത് എന്നാൽ ചെറുതാണ് താനും. ഇത് ചെറിയ റാബിറ്റാണ്. നമുക്ക് ഏതായാലും ഉമ്മാരെ ഒന്ന്
ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിടണം. ആദ്യം കുക്കറിലിട്ടൊന്ന് അടിക്കണം, അല്ലെങ്കിൽ ഇന്ന് വേകുമല്ല. ഇതിൻ്റെ ടെൻഡർലോയിൻ പോകുന്നുണ്ടോ? പോത്തിൻ്റെ പോലെ ഒന്ന് ചെറിയതൊരു സാധനമാണ്, പക്ഷേ സൂപ്പർ സാധനമാണ്. ഫില്ലറ്റ് പോകുന്നു, സ്കോച്ച് ഫില്ലറ്റ് ഇതിൻ്റെ അകത്തൂടെ പോകുന്നു. അപ്പം ഇടാവേ നമ്മുടെ മുയൽ റെഡി കേട്ടോ. വെട്ടി നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നോക്കിയേ, നല്ല സൂപ്പർ മുയലിറച്ചി. ഇച്ചിരി വലുതായിട്ടേ നല്ല കാട്ടുമുയലിൻ്റെ ഇറച്ചി, കാട്ടുമുയലിൻ്റെ കാല്. അപ്പോൾ ഇടാവേ നമ്മുടെ മുയലിറച്ചിയോട് അടിക്കാനായിട്ട് നമുക്കിവിടെ ന്യൂസിലാൻഡിൽ ഒരു ചേട്ടൻ കള്ളം ഉണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. പുള്ളി ഇടയ്ക്ക് നമുക്ക് കള്ള് തരാറുണ്ട്. അപ്പോൾ നല്ല കള്ളാണ്. കഴിച്ച് നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടെ. നമുക്ക് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നേരത്ത് ഒരു കള്ള് കുടിക്കാനൊരു കൊതിയൊക്കെ തോന്നുമ്പോൾ കഴിക്കാം. ഒരു രസമാണല്ലോ, ഒരു ഫണ്ണാണല്ലോ. അപ്പം ആ ചേട്ടൻ്റെ സാധനമുണ്ട് കണ്ടോ. നല്ല മുന്തിരിക്കള്ളുണ്ട്, കാന്താരിക്കള്ളുണ്ട്, പല സാധനങ്ങളുണ്ട്. നമ്മുടെ മൊയലിൻ്റെ വീഡിയോയ്ക്ക് വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് 2 എണ്ണം അടിക്കാൻ. അപ്പം നല്ല കള്ളൊക്കെ കൂട്ടി മുയലിറച്ചി, ഷാപ്പിലെ കള്ളും ഷാപ്പിലെ മുയലിറച്ചി എന്ന് നമ്മുടെ പരിപാടി കേട്ടോ. അപ്പം നമ്മളിത് വേവിക്കാനായിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് ഇച്ചിരി മഞ്ഞപ്പൊടിയും നല്ല ഫ്രഷ് ബേ ലീവ്സ് അങ്ങിടുക, ഒരു പട്ട അങ്ങിടുന്ന്, ശകലം ഗരം മസാല. ഈ കാട്ടു മുയലായിട്ട് ചെറിയൊരു മുശുകോണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ശുദ്ധമായ മഞ്ഞപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് അല്ലേ ആകോ. കൊച്ചു ഹെൽപ്പ് ചെയ്യണ്ട കേട്ടോ. ഇത് ചാക്കൊച്ചി അപ്പാച്ചി കൊച്ചു കൂടെ പിടിച്ച മുയലായത്. ഓ കൊച്ചു ഇളക്കണ്ട. കയ്യെ മൊത്തം പറ്റും. കൊച്ചു കുളിച്ചല്ലേ? ആ അപ്പാച്ചി ഇനി ഒന്നുകൂടെ കുളിക്കാമല്ലോ, കൊച്ചിന് പനിയല്ലേ. നമ്മുടെ സാധനത്തിൽ നമ്മൾ അത്യാവശ്യം വേവിക്കാനുള്ള പൊടിക്കൈകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടി സാധനം ഇട്ടിട്ടുണ്ട്. കുക്കറിലൊരു 3 അടി പട്ടപ്പട്ടയെന്ന് 3 വിസിൽ. നല്ല മുയൽ റോസ്റ്റിൻ്റെ തുടക്കമായിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. അപ്പം നമ്മുടെ ജോമിച്ചായ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ജോമിച്ചാൻ്റെ അപ്പുരായൻ്റെ പപ്പ നല്ല മിലിറ്ററി സാധനം ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഫോർ യൂസ് ഓഫ് ഡിഫൻസ് സർവീസ് പേഴ്സണൽ ഉള്ളി കേട്ടോ. ഇത് അടിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലെ മലയും കാടൊക്കെ കയറാൻ പറ്റും. അപ്പുരായൻ്റെ പപ്പ കൊണ്ട് കാശ്മീരിലായിരുന്നു കേട്ടോ. യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഒരുപാട് യുദ്ധത്തിന് കഥകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്ലാക്ക് ആൻഡ് ഗോൾഡിൻ്റെ മിലിറ്ററി സാധനം. ഇവിടെയാണ് ചെറുപ്പം ഒരു ശീതകാലം തുടങ്ങി. അപ്പോൾ നമുക്കൊരു തണുപ്പ് കളയാനായിട്ട് അടിക്കാം. നോക്കട്ടെ മിലിറ്ററി സാധനത്തിന് സെറ്റപ്പ് നോക്കട്ടെ. ഓ പടയപ്പാ, ഇവനാണ് സാധനം കേട്ടോ. മിലിറ്ററി എന്ന് പറഞ്ഞാൽ കസാപ്പം നൽകുന്ന അരി കൊടുക്കും കേട്ടോ. സകല ജവാന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്. അതെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു പവറല്ലേ ഇതൊക്കെ. അപ്പോൾ കള്ള് നമുക്ക് അവസാനം നമ്മുടെ മുയലിറച്ചി വിടും. അപ്പോൾ നമ്മുടെ മുയലിൻ്റെ ഒരു ഉണ്ടാക്കുന്ന ഒരു ഭാഗത്ത് ഒന്ന് ചൂടാക്കാൻ വേണ്ടി ചെറിയ തണുപ്പുണ്ട്. അപ്പോൾ അങ്ങ് അടിക്കാം. ചേഴ്സ് അടിച്ചോ. ഓ മിലിറ്ററി സാധനം. ഈ സ്ക്വാഷ് വെള്ളം കുടിക്കുന്ന അരി. ഓ സ്ക്വാഷ് വെള്ളം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പെരിഞ്ചീരകം ഇടും കേട്ടോ. ചെറിയ കാറ്റുണ്ട്. പെരിഞ്ചീരകം പൊട്ടി വന്നു. നല്ല ജിഞ്ചർ കേട്ടോ. ജിഞ്ചർ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ. ജൂലിയൻ ജിഞ്ചർ. നല്ല തണുപ്പ് നിന്ന് നല്ല ബ്രാൻഡ് കുടിക്കുന്ന യുവാനെ കണ്ടിട്ട് നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലേ? ഓ ഇതിൻ്റെ അകത്തേക്ക് നല്ല ചെറുള്ളി ഉണ്ടോ, ഫ്രോസൺ ആണേ, അതങ്ങ് ഇടുന്നു. ഇങ്ങനെയാണ് കൊച്ചി ഇളക്കുന്നത്, സഹായിക്കുന്നത്. ഓ നീ കണ്ട നല്ല കാലാവസ്ഥയാണ്. ഈ ഇവിടെ മലങ്കാറ്റുണ്ട് ഇടയ്ക്ക്. കിഴക്കൻ മലങ്കാറ്റ് മാറി വീശുക. ഈ സകല പ്രതികൂല സാഹചര്യത്തിൽ തൃണവൽക്കരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കാശ്മീരിലൊക്കെ എന്തോ പട്ടാളൊക്കെ എന്തോരം കഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ തണുപ്പ് നമുക്ക് വല്ലതും ആണോ അത്? അതെ അതെ അതെ. എടേ ഇങ്ങനെ നമ്മൾ കാട്ടിലൊക്കെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നേ. പല സ്ഥലത്തും കാറ്റ് ഗതിമാറി വരും. അപ്പോൾ ഒരു സൈഡ് ഞാനും ഇരിക്കും, ഒരു സൈഡിൽ അപ്പുരാജും ഇരിക്കും. ആ നമ്മളെ സംബന്ധിച്ച് ഇത് ഗ്യാസെങ്കിലും ഉണ്ടല്ലോ. അതെ അതെ കേട്ടോ. നമുക്ക് ഈ ബുദ്ധി എത്ര തോന്നിയില്ല സിനിമയ്ക്കകത്ത് വെക്കുക തരി. അപ്പം ഇനി നമ്മൾ സവോള ഇടാൻ പോണേ. സവോള. ഓ നമുക്ക് മുയലിറച്ചി കഴിക്കണ്ടേ? മുയലിറച്ചിയും പിന്നെ എന്നാ കഴിക്കണ്ടേ? പൊറോട്ട. ഇത് നമ്മുടെ ചോദിച്ചാൽ നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. ബ്രാൻഡി പിക്ചറും കുപ്പി പൊടിക്കണ ചോദിച്ചു അടിക്കുക. ക്ലബ് ഹൗസ് പിക്ചറും എന്തായാലും ഓർത്തല്ലേ ചോദിച്ചേ. അയ്യോ
ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഈ ഐസ് തീരുന്ന നമ്മുടെ കണക്ക് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ആമസോണിൽ നിന്ന് ഇറക്കിയ ഐസാ കേട്ടോ. ഓ ഇതുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒടിക്കും. ആ ഈ ഐസ് ആദ്യം ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ കണക്ക് വെച്ച് ബൈച്ചേട്ടെ എനിക്ക് പ്രത്യേകം മെസ്സേജ് അയച്ചാൽ ഈസി ആയിട്ട് അടിക്കാം. ഈ ഒരു ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കാണെങ്കിൽ ഇന്ന് രാത്രി ഫുള്ള് നിൽക്കും. ഇതങ്ങനെ മെൽറ്റ് ആകൂല, ഇതിനകത്ത് മറ്റേ സാധനം ഇട്ടിട്ടുള്ള മറ്റേ ഒരു ഇതും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇത് ഓൾറെഡി ഉണ്ടോ ഇത് ചാരായ ഒഴിച്ച് ഇത് ചെയ്തേക്കാം. ഇത് ചാരായത്തിന്റെ കഷ്ടമാണ്. -37 അതുകൊണ്ട് ഡീപ് ഫ്രീസർ വെച്ച് ഇതാക്കി എടുത്താ നാടൻ കള്ളിന്റെ ഇത് ഐസ് അല്ല, ഇത് പട്ടിക്ക് കഴിഞ്ഞാൽ പട്ടി ഓടി പോകും. ഇത് ഐസ് അല്ല, ഇത് ചാരായം -37 കല്ലാക്കിയതാണ്. വീണ്ടും ഉപയോഗിക്കാം. ഗ്ലാസിന്റെ ഷേപ്പിൽ കൊത്തിയെടുത്ത അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ പൊടി പൊടിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ കുക്കിക്ക് നമ്മൾ വിട്ടുപോകരുത്. അതുകൊണ്ട് ചാക്കോ ചിറ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ അരച്ച സാധനം കേട്ടത്. കേട്ടോ തട്ടി. ഓ ബ്യൂട്ടിഫുള്ളേ കേട്ടോ. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ കളറ് തന്നെ മാറും തന്നെ കേട്ടോ. ഓ അപ്പോൾ നമ്മൾ ഇച്ചിരി നല്ല തക്കാളി വരും ഇവിടെ മദ്യപാന ബാറിലെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് കേട്ടോ. അടിച്ച് പൂസല്ല കേട്ടോ. നിങ്ങൾ ടെർണാക്കി മൗണ്ടനിലേക്ക് നോക്കിയേ. ഞങ്ങൾ ഇവിടുന്ന് ഡെക്കയിൽ നിന്ന് അടിച്ചുകൊണ്ട് മൗണ്ടൻ്റെ ബ്യൂട്ടി നോക്കി. കറുത്ത മൗണ്ടൻ, അതിൻ്റെ തൊട്ടിപ്പുറേ നല്ല മഞ്ഞ്, അതിലേക്ക് സൂര്യപ്രകാശം വരുന്നു. ഓ വളരെ ബ്യൂട്ടിഫുള്ളേ. കിളിയും കൂടെ വന്നായിരുന്നുണ്ടല്ലോ. അതെ അല്ലേ, എന്നെ ബ്യൂട്ടിയാണ് നോക്കി. അപ്പോൾ നമ്മുടെ ടച്ചിനായിട്ട് നല്ല സൂപ്പർ കാട്ടുമൂരിയുടെ ഇറച്ചി നമ്മൾ വെടിവെച്ച് നമ്മുടെ സൂപ്പർ കാട്ടുമൂരിയുടെ ഇറച്ചി നല്ല നെയ്ക്കകത്തും വെളിച്ചെണ്ണയിലും കിടന്ന് വെന്ത ഇറച്ചി. ഓ ഈ ഒരു ഗ്രേവി മതി. നല്ലതായിട്ട് നമ്മുടെ ടൊമാറ്റോയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വെന്ത് നല്ല സെറ്റായിട്ട് വരുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ സാധനം നല്ല വെന്തിരിക്കുവാണ്. ഗ്യാസെല്ലാം പോയി നല്ല വിട്ടു എന്നാലും കാലിൻ്റെ ഇത് നല്ല കട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തട്ടിയിടാം. ഓ കാല് ദേ കിടക്കുന്നു. ഈ കോപ്പിയാൻ കള്ളുമ്പുറത്തേ വിട്ടുപോയെന്നു കേട്ടോ മുറിക്കാൻ. ഈശ്വര പാട്ടയപ്പാ. ഓ നല്ല മുയൽ, കാട്ടു മുയലിൻ്റെ ഇറച്ചി, നാടൻ കള്ളും കൂട്ടത്തിൽ മിലിറ്ററി ബ്രാൻഡി, അത് നല്ല എ ക്ലാസ് VSOP ബ്രാൻഡി. അപ്പോൾ ഇതൊരു ഷാപ്പിലെ കറി രീതി ആയതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് വേവിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ടല്ലോ മസാല നടുക്കേക്ക് ഇടുന്നുണ്ടോ. നല്ല ഗരം മസാല നമ്മൾ അകത്തേക്ക് ഇടുന്നു. ആവശ്യത്തിന് മസാല, മല്ലിപ്പൊടി കേട്ടോ, ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി ഇടുക കേട്ടോ. നല്ല കാശ്മീരി ചില്ലി ഒരു കളർ വരട്ടെ. ഇത് ഇനി ഇതിൻ്റെ അകത്ത് കിടന്നുണ്ടല്ലോ ഇങ്ങനെ ഉണ്ട് ഷാപ്പിൽ കറി വെക്കുന്നത് ഇങ്ങനെ. ഇനിയിപ്പോൾ നമ്മുടെ മുയൽ ഇവിടെ ഇരുന്ന് നീറി അങ്ങ് വേകട്ടെ. ബൈ ദ ടൈം നമുക്ക് രണ്ടരോടൊക്കെ അടിച്ച് ഉഷാറാകും കേട്ടോ. നമുക്ക് നീറാം. പഴയ ടെക്നിക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. എവിടെ ബ്രാൻഡി? മക്കടി വിദ്യ. നല്ല പൊറോട്ട നമ്മുടെ മുയൽ ഇതേ റെഡി ആയിട്ടിരിക്കുന്നു. കൂടത്ത് നമ്മുടെ പൊറോട്ട ഇത് കണ്ടോ ചൂടാക്കി വെച്ചേക്കുവാണേ. ഇങ്ങനെ അങ്ങ് അടിക്കുക പൊറോട്ട. ഓ ഓ ഈ പൊറോട്ടയ്ക്ക് വേണ്ടിയല്ലേ മറ്റേ അങ്കമാലി അല്ല പൊറോട്ടയല്ല മുയലിറച്ചിക്ക് വേണ്ടിയല്ല അങ്കമാലിയുടെ അടി നടന്നത്. അടിയോടടി നല്ല ലെയർ പൊറോട്ട ഉണ്ടോ. വാ ബ്യൂട്ടിഫുള്ളേ. ഈ പൊറോട്ടയുടെ ടേസ്റ്റ് നോക്കട്ടെ പോലത്തെ. ഓ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. നല്ല രസമായിരുന്നു. നമ്മുടെ ജോമത്ത് നാട്ടിൽ നിന്ന് വരുന്നു, അതിൻ്റെ ഒരു സന്തോഷം നമ്മളെല്ലാവരും കൂടെ നല്ല രസമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഏതായാലും നമ്മുടെ മുയലിറച്ചി ഇതുണ്ടാവും നല്ല സൂപ്പറായിട്ട് മുയലിറച്ചി ഇങ്ങനെ വരുന്നത്. ആ മുയലിറച്ചി ഇങ്ങനെ എടുക്കുക പാത്രത്തിലേക്ക്. ഓ ഇതുണ്ടോ നല്ല സൂപ്പറായിട്ട് മുയലിറച്ചി ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇടുക. എന്നിട്ടുണ്ടല്ലോ ഈ മുയലിറച്ചി നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ട് നമ്മൾ കുത്തി കയറ്റാൻ നിൽക്കരുത്.
മുയലിറച്ചി എടുത്തിട്ട് നമ്മളിങ്ങനെ ആദ്യം കുത്തിക്കയറ്റരുത്. ഞാനിങ്ങനെ ഒരു ശകലം കയ്യിലെടുത്ത് പിടിക്കും. എന്നിട്ട് ഞാനിങ്ങനെ പാസ് ചെയ്യാൻ പോവാം. എല്ലാവരോടും ചോദിക്കണേ, എന്നാ പിടിച്ചേ, പ്ലേറ്റ് പോകട്ടെ. ആ കിണ്ണം കാച്ചിയാണ്. അടിപൊളി മുയലിറച്ചി, നല്ല ടേസ്റ്റ്. നല്ല ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴേക്കും മറ്റേ തുരുത്തിക്കൊടി ഞങ്ങളുടെ ഷാപ്പുണ്ട് ചേർപ്പങ്കര. ആ ഒരു ഷാപ്പിലെ ആ ഒരു ടേസ്റ്റ്, ഷാപ്പ് ഒരു രീതിയിലാണ്. നല്ല കേട്ടോ. കിണ്ണങ്കാച്ചി പൊറോട്ട അടിച്ച് എല്ലാം ഇപ്പം എടാവേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മളിത് നല്ല സൂപ്പർ മുയലിറച്ചി പൊറോട്ട, കൂടത്തിൽ കള്ളും നല്ല സൂപ്പർ നല്ല മുന്തിരിക്കള്ളുണ്ട്. തറവാട് ഇഞ്ചിക്കള്ള്, തറവാടി ഇഞ്ചിക്കള്ള്, പല സാധനങ്ങളുണ്ട്. ഈ കള്ളുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരം നമ്മുടെ മയിലിൻ്റെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുള്ളംകല്ല് വേലാതിനെ പോലെ നമ്മളും ഓരോ പക്കടിച്ച് നമ്മൾ നിർത്തുവാണ്. അതുപോലെ ഇതുപോലുള്ള നായാട്ട്, കള്ളുകൂടി, ഇതുപോലുള്ള കേസുകെട്ടുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നായാട്ടിന് വന്നെങ്കിലും നമ്മുടെ കൂടെ പോരെ, എങ്ങോട്ട് വേണം നായാട്ടിനും ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇവിടുന്ന് ഒരു ചിയേഴ്സ് പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തത് മയിൽ ബിരിയാണി കേട്ടോ. ചിയേഴ്സ്.